നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ റോക്കറ്റ് സയൻസ് ആണ് എന്നൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, എന്നാൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളൊരു നോളജും കുറച്ച് സമയവും കുറച്ച് ഡിസിപ്ലിനും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർ ആകാനായിട്ട് സാധിക്കും. അതല്ലാതെ നിങ്ങൾക്ക് വളരെ വലിയ വിൻ റേറ്റ് ഉള്ള ഒരു 90% വിൻ റേറ്റ് ഉള്ള സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. വലിയ വലിയ ട്രേഡിംഗ് സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് ഒരു ട്രേഡ് എടുക്കാനും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ആകാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. കൃത്യമായിട്ട് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നേരെ വീട്ടിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ട്രേഡേഴ്സിനും സ്വിംഗ് ട്രേഡേഴ്സിനും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഇതിൽ പറയാൻ പോകുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ രണ്ടിലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് XRP USDT പെയറിലുള്ളൊരു ചാർട്ടാണ്. ഏത് കോയിൻ ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഒരു 4 hour ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു ഡേ ട്രേഡറിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങളായിരിക്കും. ഒരു ഡേ ട്രേഡിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടൈം ഫ്രെയിമിലായിരിക്കും ഞാൻ കാര്യങ്ങൾ പറയുന്നത്. 4 hourലും 1 hourലായിരിക്കും ഞാൻ കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്വിംഗ് ട്രേഡ് ആണ് ചെയ്യാനായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമും 4 hour ടൈം ഫ്രെയിമും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 4 hour ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കണ്ടെത്തേണ്ടത് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ലോങ് പൊസിഷൻ ആണോ ഷോർട്ട് പൊസിഷൻ ആണോ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് എന്ന് നമ്മൾ ഏറ്റവും ആദ്യം കണ്ടെത്തണം. അതിനാണ് നമ്മൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 4 hour ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത് ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും ആദ്യം തന്നെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് കണ്ടെത്താം. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയ ഞാനൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വരച്ചിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് കറക്റ്റ് ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാം? കുറച്ചൊന്ന് ലെഫ്റ്റിലേക്ക് പോവുക. കുറച്ചൊന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ട് കുറച്ചുകൂടെ ടച്ചസ് കിട്ടുന്ന ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യുക. അതായത് കുറച്ചുകൂടെ ടച്ചസ് കിട്ടുന്ന ഏരിയാസ് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ലൈൻസ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ലൈൻസ് വരയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയയും എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാർട്ടിൽ നിറയെ ലൈൻസാണ്. നമുക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. അതായത് ഇപ്പോൾ പ്രൈസ് എവിടെയാണോ നിൽക്കുന്നത്, പ്രൈസ് കറൻ്റ്ലി എവിടെയാണോ നിൽക്കുന്നത്, അതിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏരിയ മാത്രം എടുക്കുക. അതായത് അതിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏരിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ആണ് അതിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏരിയ. അപ്പോൾ ആ ഒരു ഏരിയ മാത്രം എടുക്കുക, ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഞാൻ ബാക്കിയുള്ള ഏരിയാസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ നോക്കി, ഈ ഒരു ഏരിയ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ്, ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ്, ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ്. ഇപ്പോഴും പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കതൊരു കൃത്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് ട്രേഡ് ചെയ്യുക? ഒന്നുകിൽ ഈ ഒരു ലെവലിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടണം, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടണം. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം സംഭവിക്കാനായിട്ട് പോകുന്നത്? നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാം. ഞാൻ നേരെ പോകുന്നത് 1 hour ടൈം ഫ്രെയിമിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അതായത് ഇവിടെ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹയർ ഹൈ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം ഒരു ഹയർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റും. ഇനി അതല്ല, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൈൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ചാർട്ട് പാറ്റേൺസ് വരുമ്പോഴാണ് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഓർഡർ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുക? ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ചാർട്ട് പാറ്റേൺസ് എടുക്കാനായിട്ട് പറ്റും. ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ എടുക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഈ രീതിയിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആൻഡ് ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺസും നമുക്ക് ഡബിൾ ടോപ്പ് തെറ്റിപ്പോയി. ഈ രീതിയിൽ ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ വരച്ചിട്ടുള്ളത് ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾസ് മാത്രമാണ്. പക്ഷേ റിയൽ ആയിട്ടുള്ള ചാർട്ടിൽ, ലൈവ് ആയിട്ടുള്ള ചാർട്ടിൽ നമുക്ക് ഇതുപോലൊന്നും ആയിരിക്കില്ല ഡബിൾ ടോപ്പ് ആൻഡ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് കാണാനായിട്ട് പറ്റുക. കൃത്യമായിട്ട് നമ്മൾ ചാർട്ട് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചാർട്ടിൽ ഏത് രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം.
ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും താഴേക്ക് വരാണ് ആൻഡ് പ്രൈസ് ഇവിടെ ഒരു സ്വിംഗ് ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്വിംഗ് ഹൈ പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഹയർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഒരു ഹയർ ഹൈ ആണ് പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻസ്, നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്ന ഈ ട്രെൻഡ് ലൈൻസ് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാനിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേണിന് വേണ്ടിയിട്ടാണ്. ഒരു ഡബിൾ ടോപ്പോ അല്ലെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സോ ചാർട്ട് പാറ്റേണിന് വേണ്ടിയിട്ടാണ് ഞാനവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ഈ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹൈ ഏരിയ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കണം ഇവിടെ പ്രൈസ് ആക്ഷൻ സംഭവിക്കേണ്ടത്? അതായത് ഇവിടേക്ക് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു നെക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഇവിടെ വീണ്ടും ഈ ഒരു ഏരിയയിൽ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു, ദെൻ വീണ്ടും പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുന്നു. ഇതായിരിക്കും നമ്മുടെ ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഒരു ക്യാൻഡിൽ ഇവിടെ ഒരു നെക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു ക്യാൻഡിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഷാഡോ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ക്യാൻഡിലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, ഇങ്ങനെ ഒരു ക്യാൻഡിലിൻ്റെ ബോഡി ഇതിന് പുറത്ത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും? ഒരിക്കലുമില്ല. കാരണം അവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. ഇനി ഈ ഒരു ക്യാൻഡിലിൻ്റെ ബോഡി ഈ ഒരു ഏരിയയ്ക്ക് അകത്താണ് ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ആ ക്യാൻഡിലിൻ്റെ ബോഡി ഇതിന് താഴെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസിന് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏത് രീതിയിലാണ് ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽ ഇതിന് താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു ഏരിയയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു റിജക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നമുക്കിതൊരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ ആണ് എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇനി നമുക്കൊരു കൺഫർമേഷനാണ് വേണ്ടത്. അപ്പോൾ കൺഫർമേഷനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് ഒന്നുകിൽ ഒരു ഹാമർ ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലോ, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്കൊരു കൺഫർമേഷനായിട്ട് എടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് ഒരു ബെയറിഷ് ആയിട്ടുള്ള എൻഗൾഫിംഗ് ക്യാൻഡിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒരു എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാൻഡിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഞാനിവിടെ ഒരു എൻട്രി എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വയ്ക്കുക? നമ്മൾ ഈ ഒരു സ്വിംഗ് ഹൈക്ക് മുകളിലാണ് നമ്മൾ നോർമലായിട്ട് വയ്ക്കാറുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ഷാഡോയ്ക്ക് താഴെയായിട്ട് വയ്ക്കാനായിട്ട് പറ്റും. സോറി, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഷാഡോയ്ക്ക് മുകളിലായിട്ട് വയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു രീതി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇവിടെ ഏറ്റവും അധികം സ്റ്റോപ്പ് ലോസ് വയ്ക്കാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ATR എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. ഈ ATR ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ATR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ATR ഇൻഡിക്കേറ്റർ ഞാനിവിടെ താഴെ ഇട്ടിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലൈൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആകെ ആവശ്യമുള്ളത് ഈ ഒരു വാല്യൂ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ATR വാല്യൂ എന്ന് പറയുന്നത് 0.0094 ആണ്. അപ്പോൾ ഈ ഒരു 0.0094 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.018 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു 0.018 എന്ന് പറയുന്ന വാല്യൂ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് വെക്കുന്ന ഈ ഒരു ഡ്രോയിങ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാല്യൂ ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ വാല്യൂ നമ്മൾ ATR വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ATR വാല്യൂ എന്ന് പറയുന്നത് 0.0094 എന്ന് പറയുന്ന വാല്യൂ ആണ്. അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.018 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് 0.018 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിലേക്ക് നമ്മൾ മാറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഈ ATR ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിക്ക് അനുസരിച്ചാണ് ഇവിടെ വാല്യൂസും കാര്യങ്ങളും കാണിക്കുന്നത്. ലാസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള ഒരു 14 ക്യാൻഡിൽസ് എടുത്തുകൊണ്ടാണ് ഈ ATR വാല്യൂസ് ഒക്കെ കാണിക്കുന്നത്. ആ ഒരു ATR ഇൻഡിക്കേറ്ററിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനനുസരിച്ച് നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ അല്ലെങ്കിൽ 2 റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ വെക്കാം. അതായത് 1:2 1:1.5 ഒക്കെ നമുക്ക് വെക്കാവുന്നതാണ്. റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു 1:1.5 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ട്രേഡ് വിൻ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ്. ഇനി 1:2 ആണ് നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുണ്ടെങ്കിൽ കുറച്ച് സാധ്യതകൾ കുറയും. കാരണം നമ്മുടെ ടാർഗറ്റ് കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും വരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വരുന്നത് ഇവിടെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് വരാം. ഇനി ഞാൻ 1:2 ആണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങും. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രേഡ് വിൻ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുക എപ്പോഴും ഒരു 1:1.5 റിസ്ക് റിവാർഡ് റേഷ്യോ വെക്കുമ്പോഴായിരിക്കും. ഞാനിവിടെ തൽക്കാലത്തേക്ക് ഒരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു എൻട്രി എടുത്തു, ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചു, ടാർഗറ്റ് വെച്ചു. ഇനി ഏത് രീതിയിലാണ് ഇവിടെ നമ്മുടെ
ട്രേഡ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് അവിടെ ഹിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു റെസിസ്റ്റൻസ് ഏരിയ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മളൊരു ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് 4 അവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഏരിയാസ് കണ്ടുപിടിച്ചു. 1 അവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ആ ഒരു ഏരിയാസിൽ നിന്ന് നമുക്കൊരു റിജക്ഷൻ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ അവിടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ, ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ടുള്ള ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു ഹാമർ ക്യാൻഡിലോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു റിവേഴ്സൽ സൈൻ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. അതിനുശേഷം നമ്മളൊരു എൻട്രി എടുത്തു, ATR ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. അതിനനുസരിച്ച് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തു. നമ്മുടെ ട്രേഡ് അവിടെ വിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സപ്പോർട്ട് ഏരിയയിൽ നമ്മൾ ഏത് രീതിയിലാണ് ട്രേഡ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു ലൈൻസ് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ നമുക്കൊരു സപ്പോർട്ട് ഏരിയ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ലെവലാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു റിജക്ഷൻ ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി എങ്ങനെയാണ് പ്രൈസ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ കിട്ടിയ പോലെ തന്നെ ഒരു ഡബിൾ ടോപ്പ് കിട്ടുമോ? ഡബിൾ ടോപ്പ് അല്ല, സപ്പോർട്ട് ഏരിയ വരുമ്പോൾ നമുക്കൊരു ഡബിൾ ബോട്ടമാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഡബിൾ ടോപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ ഇവിടെയും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ പ്രൈസ് എങ്ങനെയാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബോട്ടം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൈസ് ഒരു നെക്ക് ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ വീണ്ടും പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നമുക്കിതാ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് ഈ ഒരു ഹാമർ ക്യാൻഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കൺഫർമേഷൻ ക്യാൻഡിലായിട്ട് എടുക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വന്ന് ടച്ച് ചെയ്ത് അതിന് മുകളിലായിട്ടാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ്, ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്കൊരു എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ നമ്മൾ തൊട്ടടുത്തുള്ള ഈ ഒരു കൺഫർമേഷൻ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ കിട്ടുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ATR വാല്യൂ നോക്കാം. ATR വാല്യൂ 0.079 ആണ്. അപ്പോൾ 0.079 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 0.158 ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 0.158 എന്ന് പറയുന്ന ഒരു ലെവലിൽ ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നുണ്ട്. 0.015 എന്ന് പറയുന്ന ലെവലിൽ ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ 1:2 അല്ലെങ്കിൽ 1:1.5 വയ്ക്കാം. ഞാൻ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വരെ പ്രൈസ് വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ATR ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി നോക്കിയിട്ടാണ് നമുക്ക് ആ ഒരു ATR വാല്യൂ കാണാനായിട്ട് പറ്റുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ അവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് നോക്കിക്കൊണ്ട് അവിടെ ഒരു കൃത്യമായിട്ടുള്ള ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ കണ്ടുപിടിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ എടുത്തുകൊണ്ട് നമ്മളൊരു ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടീസിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് അത് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ രീതിയിൽ കൃത്യമായിട്ടുള്ള എൻട്രീസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.